സഞ്ചാരം കാണാനുള്ള തിരക്കും അതേപോലെ ഇതിലാണെങ്കിൽ നമുക്ക് മുഴുവൻ നടക്കാണ്ട് തന്നെ ചുറ്റി കാണാം കേട്ടോ. ഈ പയ്യൻ ട്രെയിൻ തുടങ്ങി. നല്ല കളിസ്ഥലങ്ങള് നിതവാരി കഴിക്കും. ഒരു ഭംഗി കിട്ടൂടാ, അതില്ല. നല്ലൊരു സാധനമായോ സാധനങ്ങൾ കമ്പ്യൂട്ടറിന്റെ എല്ലാം സംഭവം കളിക്കുന്നുണ്ട്. എവിടെയാണ് മറ്റേ സംഭവം? ബാംഗ്ലൂരത്തെ ലുലുവിന്റെ ഫ്രണ്ട് വശം കാണുന്നത്. നിറച്ചു ആൾക്കാർ ഇവിടെ ഇരുന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് വെറുതെ വന്നു തന്നുകൊണ്ട് ഈ കണ്ട ആൾക്കാർ മുഴുവൻ വെറുതെ ഇരിക്കുന്നുണ്ട്. തിരക്കുണ്ട് കേട്ടോ, ഉള്ളിൽ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ അതിലിങ്ങോട്ട് പാസ് ചെയ്ത് വന്നത്. നമ്മൾ പോണത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഏഷ്യയിലെ ഏറ്റവും വലിയ മോൾ എന്നറിയപ്പെടുന്ന മോൾ. ഇപ്പൊ അത് മാറിയോ എന്നുള്ളത് അറിയില്ല. എന്നായിരുന്നു അതിന്റെ പേര്? ഓറിയോൺ മോളിലേക്കാണ് പോകുന്നത്. അവിടെ ബോട്ടിങ് വരെയുണ്ട്. അത്ര വലിയ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് പോവാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൊ നേരെ നമ്മൾ പോകുന്നത് ഓറിയോ മോളിലേക്കാണ്. ഓറിയോ എന്ന് പറഞ്ഞ ബിസ്ക്കറ്റ് അല്ലേ? ഓറിയോൺ. ഓറിയോൺ മോളിലേക്കാണ് കേട്ടോ ഗൈസ് പോകുന്നത്. അപ്പൊ നമ്മൾ നേരെ ഓറിയോ മോളിലേക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 4 കിലോമീറ്റർ ഉള്ളു. അപ്പൊ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറിയോ മാൾ കാണാൻ പോകുന്ന അവിടുത്തെ വിശേഷങ്ങളാണ്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ബാംഗ്ലൂരിലത്തെ ഒരുവിധം മാളുകളൊക്കെ കണ്ടു തീർത്തു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം വെച്ചാൽ പഴയതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കണ്ടിട്ടുണ്ട്. കുറെ ഫോറം മാളൊക്കെ, പഴയ മാളുകളൊക്കെ, ഗെഡ മാള്, ഫോറം മാള്, പിന്നെ എന്നിട്ട് അന്നുണ്ടായിരുന്ന ഒരുപാട് മാളുകളുണ്ട്. അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ പുതിയത് വന്നിട്ടുള്ള മാളുകളാണ് കാണാത്തത്. നമ്മള് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ലുലുവില് കയറിയിരുന്നു. ഇതൊക്കെ മറന്നു പോകണം കേട്ടോ ഗൈസ്. കുറെ നെക്സസ് ഉണ്ടായിരുന്നു, വെഗ അതിൽ കയറിണ്ടായിരുന്നു. പിന്നെ നമ്മള് കഴിഞ്ഞ ദിവസം കയറിയത് ഫിനിക്സ് മാൾ ഓഫ് ഏഷ്യയിൽ കയറി. അങ്ങനെ കുറെ സ്ഥലങ്ങളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ നമ്മൾ ഈ ഓറിയോ മാൾ കയറിയിട്ടുണ്ടല്ലേ എന്നുള്ളത് അവിടെ ചെന്നാലേ എനിക്ക് ഓർമ്മ കിട്ടുള്ളൂ. പിന്നെ അത് തന്നെയല്ല, നിതേ മുത്തൊന്നും കയറിയിട്ടില്ല. അപ്പൊ എന്തായാലും അവിടെ എന്താ പറയാ, ബോട്ടിങ് വരെയുള്ള വലിയ സംഭവം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മ കിട്ടൂടാ. പോയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ആ കാണുന്നത് എന്തെങ്കിലും സാധനങ്ങൾ വെറുതെ കൊടുക്കണതാണോ? സാഗറിൽ എന്നിട്ട് കൊടുക്കണെന്ന് നോക്കിയേ. എന്തൊരു സംഭവം? എന്റെ പൊന്നെ, ഇത്രയും ആൾക്കാർ നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവട്ടെ അവിടുത്തെ. നമ്മളിത് നിർത്താണ്ട് പോയത് ശരിക്കും പറയുകയാണെങ്കിൽ. നടന്നു വന്ന് കഴിക്കാൻ പറ്റും വീടിന്റെ അവിടെ രക്ഷയില്ല. ഇങ്ങനെയുള്ള നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ നോക്കി പോണം കേട്ടോ. പറ്റ വണ്ടി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിർത്തുകയും വേണം. എന്താന്നൊക്കെ അന്വേഷിച്ച്, തിരക്കുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഇത്രയധികം ആൾക്കാർ നിൽക്കുമ്പോൾ സ്പെഷ്യാലിറ്റി ഉള്ള എന്തെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിക്കാം. ചെന്ന് കഴിഞ്ഞാൽ അറിയുള്ളൂ. എന്നാൽ കൂടിയും നോക്കണ്ടേ. ഇനി അങ്ങനെ വല്ലതും കണ്ടോ നിർത്താൻ ഗ്യാപ്പുള്ള സ്ഥലമാണെങ്കിൽ. നല്ല സ്റ്റൈലും ബിൽഡിങ് കിട്ടും, നല്ല ഭംഗി കാണാൻ. ബോംബെയിൽ പോയിട്ട് ഇതേപോലത്തെ ഒരു റൗണ്ട് ബിൽഡിങ് കണ്ടുണ്ട്. അതേപോലെ എന്ന് പറയാൻ പറ്റില്ല. ഏത് ഇതാണോ? ഓ, ഇതാണ് ഓറിയോൺ മോള്. നേരെ കാർ പാർക്കിങ്ങിലേക്ക് പോവാം. ഓറിയോൺ പാർക്കിംഗ്. വണ്ടിയുടെ അടിയിൽ ചെളിയുള്ളത് തന്നെ ഇനിയിപ്പോ പ്രശ്നം പറയോ? ഡിക്കി വരെ തുറന്നു നോക്കി. കോട്ടയെന്നാണോ? ഓക്കെ. അപ്പൊ നമ്മുടെ ചെക്കിങ് കഴിഞ്ഞു. നമ്മളെ ചെക്കിങ്ങിനേക്കാളും കൂടുതൽ വണ്ടിയുടെ ചെക്കിങ് കഴിഞ്ഞു. ചെളി ഇരുന്നാലും എനിക്ക് പേടിയായിരുന്നു ചെക്കിങ്ങിൽ പാസ്സാവും എന്നുള്ളത്. ഈ മാളിന്റെ ഉള്ളിലേക്ക് ചെളിയും കൊണ്ട് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ വിട്ടില്ലേ. ഇതൊരു ജാതി ബിൽഡിംഗ് ആണല്ലോ. അപ്പൊ വേൾഡ് ട്രേഡ് സെന്ററാ? വേൾഡ് ട്രേഡ് സെന്റർ ആണോ? അതല്ല അമേരിക്കയിൽ തകർത്തത്. അതിന്റെ ബാക്ക് സൈഡ് ആവൂലെ മോളിന്റെ? പാർക്കിംഗ് മുകളിലാണ്. അട്ടിയിറലാണ് കോട്ടെ. അപ്പൊ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ. 6ാമത്തെ നിലയിലെത്തി പാർക്കിംഗ്. നമ്മൾ ഓറിയോ മോളിന്റെ പാർക്കിങ്ങിൽ നിന്ന് അവിടുന്ന് തെറ്റിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ട് വേൾഡ് ട്രേഡ് സെന്ററിന്റെ പാർക്കിങ്ങിന്റെ അവിടേക്ക് എത്തിയിട്ടാണ്. അപ്പൊ അതിന്റെ മുകളിലേക്ക് കയറി. അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പൊ എന്തായാലും ഒന്ന് നിർത്തി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ്. ഇത് കണ്ടു, മൊത്തം മെട്രോന്റെ സ്റ്റേഷനും അതുപോലെ തന്നെ ബാംഗ്ലൂരിന്റെ ഒരു സൈഡിന്റെ കാഴ്ചകളൊക്കെ അതിന്റെ മുകളിൽ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കാണാം. 6 നിലയുടെ മുകളിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. ലുലുവിൽ സെപ്പറേറ്റ് ഇല്ലേ പാർക്കിംഗ്? അതേപോലെ ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ അതങ്ങനെയല്ല, അവർ പറ്റിച്ചു ഗൈസ്. ഇനിയിപ്പോൾ 6 നിലയും തിരിച്ചിറങ്ങണം. കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട്. അത് തന്നെ, അതൊരു രസം. നല്ല രസമല്ല. ഒറ്റ വണ്ടികളില്ല പാർക്കിങ്ങില്. ഞാനും വിചാരിക്കായില്ല ഈ ഓറിയോ മോളിലൊന്നും ഒരു മനുഷ്യനില്ല. ദൈവമേ, പാർക്കിംഗ് ഫുൾ കാര്യമാണല്ലോ. അതെ. ഇപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറിയോ മോളിന്റെ പാർക്കിങ്ങിലല്ല നമ്മൾ ഇട്ടേക്കണേ. ഇവര് പറഞ്ഞു ഇവിടെ ഇട്ടോളാൻ പറഞ്ഞു. ഇത് 70 രൂപയുള്ളൂ മണിക്കൂറിന്. 70 രൂപ, പിന്നെ 10 രൂപ കൂടുതൽ. അതെ. അപ്പൊ
അതെ, ഓറിയോ മാളിലേക്ക് 2 minutes വാക്കിംഗ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ ഇവിടേക്ക് ഓറിയോ മാൾ ഫുൾ ആവുന്ന സമയത്തൊക്കെ ഇവിടെയാണ് പാർക്ക് ചെയ്യണത്. അതെ, ബോർഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ഇവിടെ പാർക്ക് ചെയ്യാൻ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ പാർക്കിങ്ങിൽ കേട്ടോ. അതും ഇതും ഒറ്റ കോമ്പൗണ്ട് ഹോൾ തന്നെയാണ്. വോളില്ല, കോമ്പൗണ്ട് വോളൊന്നും പറയാൻ പറ്റില്ല. പുറത്തേക്ക് പോകാം, നമുക്ക് ഓറിയോ മോളിലേക്ക് പോവാം. പിന്നെ നമ്മൾ ഓറിയോ മോളിൻ്റെ അവിടേക്ക് വന്നു. ഇതിൻ്റെ ഒരു സൈഡാണ് ഈ കാണുന്നത്. ഇവിടുന്ന് അങ്ങറ്റം വരെ നമുക്ക് നോക്കിയാൽ കാണില്ല. അതിൻ്റെ അപ്പോൾ ഫ്രണ്ടിലായിട്ട് തന്നെ ഇവിടെ ബോട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഫ്ലാറ്റിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഇവിടെ എഴുതിയില്ല, അതുകൊണ്ട് അറിയാനില്ല. പിന്നെ ഇത് വേൾഡ് ട്രേഡ് സെൻറ്റർ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ വോളും കാര്യങ്ങളും ഒന്നുമില്ല, ഒറ്റൊരു എൻട്രൻസ്. ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ കണ്ട അങ്ങനെയാണ്, സ്പീഡ് ബോട്ടിലാണ്, അല്ലാണ്ട് തുഴയണമെന്നല്ല. സ്പീഡ് ബൈക്ക്, വാട്ടർ ബൈക്ക് കണ്ട. അമ്മ ഇത് എത്ര രൂപയാ ഇതിന്? സൂപ്പറായി സൂപ്പറായി. ശബ്ദമുണ്ട്. ആ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. അടിപൊളിയുണ്ടല്ലോ. മറ്റേ എത്രയാണോ മണിക്കൂറിന് എത്രയാണോ സംഭവം? അടിപൊളി. അപ്പോൾ എന്തായാലും ബോട്ടിങ് കാര്യങ്ങളൊക്കെ കണ്ടു, അടിപൊളിയായിട്ടുണ്ട്. ഇത് എത്ര സമയമാണ് ഈ പറപ്പിക്കണതെന്നുള്ളത് അറിയില്ല. എന്തായാലും കുറച്ച് സമയം ഉള്ളെങ്കിലും അടിപൊളി ആവുന്നുണ്ട് സംഭവം. നമുക്കിനി ഇത് കഴിഞ്ഞ ദിവസം കണ്ട മോളാണോ ഈ മോളാണോ നല്ലത് എന്നുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇത്ര വലിയ സാധനം എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ അതിനെ കുറിച്ചിട്ടൊന്നും ബാക്കിയുള്ള ഗവേഷണങ്ങൾ നടത്തണ്ടേ. ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഈ സൈഡിൽ നിന്ന് വരുമ്പോഴത്തെ ഒരു എൻട്രൻസ് ഇതാണ് കേട്ടോ. എത്ര എൻട്രൻസ് ഉണ്ടെന്നുള്ളത് അറിയില്ല. ഒരെണ്ണം മെയിൻ. അപ്പോൾ ഇതായിരിക്കും, ആ പേര് എഴുതിയിട്ടുള്ളതായിരിക്കും ഇവിടെ മെയിൻ. അത് മെയിൻ. അപ്പോൾ അപ്പുറത്ത് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ 3 എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇവിടെ അല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്റ്റേജ് പോലെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ എന്തെങ്കിലും പരിപാടി ഫംഗ്ഷനൊക്കെ നടക്കുകയാണെങ്കിൽ ഫുൾ ആൾക്കാർക്ക് ഇരുന്ന് കാണാനുള്ള ഗാലറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ബോട്ടിങ്ങിൻ്റെ അവിടെയാണെങ്കിൽ ആൾക്കാർ സ്റ്റെപ്പ് പോലെ ആയിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് എല്ലാവർക്കും ഇരിക്കാനും അങ്ങനെയൊക്കെയുള്ളൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. രണ്ടാമതും ബോട്ടിങ്ങിൻ്റെ ഇവിടെ ബോട്ടിൻ്റെ സഞ്ചാരം കാണാനുള്ള തിരക്കും അതേപോലെ ഇതിൻ്റെ ചുറ്റും ഈ ലേക്കിൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ ഇരിപ്പാണ് ഏറ്റവും അധികം. 499 ആണ്. 7 റൗണ്ടിന് 499 ആണ് കേട്ടോ. 1000 റുപ്യാണ് ഇപ്പോൾ ഡിസ്കൗണ്ട്. 1000 രൂപയുടെ സംഭവം ഇപ്പോൾ 7 ലാപ്പ് പോകാനായിട്ട് 500. അപ്പോൾ 50% ഓഫ്. മതി പോണതാണ്. ഇവിടെ നിന്ന് അതിൽ ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ. നേരത്തെ കണ്ട പോലെ ഇല്ല. നമുക്ക് ഫ്രണ്ട് എൻട്രൻസിൽ കൂടെ തന്നെ കയറാം. ഇതേ ഇതിലാണെങ്കിൽ നമുക്ക് മുഴുവൻ നടക്കാണ്ട് തന്നെ ചുറ്റി കാണാം കേട്ടോ. മുത്തിന് പറ്റുമോ? എന്നാ ഇത് പക്ഷേ എക്സ്റ്റീരിയർ ഒന്നും അങ്ങനെ ഒരു വലിയ ഭംഗിന്ന് പറയാനില്ല കേട്ടോ കൂട്ടാ. മറ്റേ സാധനം പോലെ ഇനി ഉള്ളിലേക്ക് കയറിയാൽ അറിയുള്ളൂ എന്താന്ന്. പുറത്ത് മുഴുവൻ എന്തായാലും മറ്റേ ഫുള്ള് ഹോട്ടൽസാണ് കേട്ടോ. താഴെ ലൈനിൽ മുഴുവൻ ഹോട്ടൽസും അതേപോലെ ഇവിടുന്ന് അങ്ങോട്ടും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അത് തന്നെയാണ്. ഹോട്ടൽസ് അല്ല, റെസ്റ്റോറൻറ്റ്സുകളാണ്. ഇതിലെ മെയിൻ എൻട്രൻസിൽ കൂടെ കയറാം. ഈ പയ്യൻ ട്രെയിൻ തുടങ്ങി. ട്രെയിനും ബസ്സും തമ്മിലുള്ള ക്രോസിങ്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു അടിപൊളി പിക്ചർ വെച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു റിമോട്ടും കൊണ്ടാണ് ഫുള്ള് മൂന്നുവശം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഫാൻ, റിമോട്ട്, വള്ളി ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ സംഭവം. ഞാൻ പറയണത് എന്താണെന്നുള്ളത് നീ കേട്ടോടാ. അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായോ? ഇലക്ട്രോണിക്സ് സാധനം കൊണ്ട്. നമ്മുടെ റിമോട്ടില്ലേ, കളഞ്ഞിട്ടുള്ള റിമോട്ട്, കീപാഡ്, അതേപോലെ തന്നെ മറ്റേ ഫാൻ, ബോർഡ്, ഈ വക സാധനങ്ങളാണ് യൂസ് ചെയ്തേക്കണത്. മനസ്സിലായോ? ഇതൊരു ഗംഭീര സംഭവമുണ്ട്. അങ്ങനെയൊന്നും മനസ്സിലാവില്ല, അടുത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. കീബോർഡ് കണ്ടോ, ഫുൾ കീബോർഡ്. നമുക്ക് ഒരു കീബോർഡ് വേണമെന്ന് പറയാറ് എപ്പോഴും. കീബോർഡ് എടുത്തോ, അതേപോലെ ചിപ്പ് സെറ്റ് കണ്ടോ. കമ്പ്യൂട്ടറിൻ്റെ ആണ് മൊത്തം സാധനങ്ങൾ. കമ്പ്യൂട്ടറിൻ്റെ എല്ലാം റിമോട്ട് കൺട്രോൾ ഉണ്ടോ. അതുപോലെ ഫാൻ കണ്ടോ. ഇതെന്താന്ന് വെച്ചാൽ ഈ എഴുതിയിട്ടുള്ളത് ബോർഡാണ്. ബോർഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതന്നെ സംഭവം കളിക്കുന്നുണ്ട്. അടിപൊളി. അതുപോലെ ഇതിൻ്റെ സ്റ്റോപ്പിൽ അപ്പോൾ അതെ 1, 2, 3, 4, 5 നില കേട്ടോ. 5 നിലയാണ് ഇത്. ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് കട്ട ഫോട്ടോ എടുക്കല. ഓരോ താഴത്തേക്ക് ഫോട്ടോ എടുക്കാം. അതെ, അത് കണ്ടു.
മാൾ ഓഫ് ഏഷ്യയുടെ അത്ര എനിക്ക് ഇങ്ങനെ കണ്ടിട്ട് തോന്നണില്ല. കാരണം കയറി വരുമ്പോൾ നമുക്ക് തരുന്ന ഒരു അപ്പിയറൻസ് ഉണ്ടല്ലോ, അതിപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ എയിമൊന്നുമില്ല അല്ല, അതിൻ്റെ ഒന്നും പകുതി എയിമില്ലത്. പിന്നെ നമ്മളുടെ വീതി പറയുകയാണെങ്കിലും അതിൻ്റെ പകുതി വീതി പോലില്ല. പകുതി വീതിയല്ല ഇത്, നോക്കി ആകെ ഇവിടുന്ന് കടയുടെ ഉള്ളിലത്തെ വിസ്താരം ഇത്രേ ഉള്ളൂ. അതിപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ശരിക്കും പറഞ്ഞാൽ നീളം ഭയങ്കര നീളമുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ എങ്ങനെയാ അപ്പോൾ ഇത്ര വലിയ മോൾ എന്നുള്ള പേര് വന്നതിന്? എന്താണോ ആ പുറത്ത് മറ്റേ ബോട്ടിംഗ് ഒക്കെ ഉള്ളതായിരുന്നു അല്ലേ? കണ്ടോ അണ്ടർഗ്രൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ 5 നില എന്ന് പറഞ്ഞത്. അതേപോലെ കണ്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന്, 2 തൂണ് മാത്രം ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ സാധാ മൊത്തത്തിലുള്ള സെറ്റപ്പ് എല്ലാത്തിൻ്റെ ബ്രാൻഡഡ് ഷോറൂംസ് ആണ്. ഇങ്ങനെ നോക്കിയാൽ അറിയാം. ഇങ്ങനെ വട്ടം ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ബ്രാൻഡഡ് എല്ലാ നിലയിലും നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. വേണ്ടോ മുകളിലാവും ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടേക്ക് ഇത്ര കണ്ടാൽ മതി. ഇനി അവിടെ വരെ ഒന്ന് പോയിട്ട് എന്താണെന്നുള്ളത് അവിടെ അപ്പുറത്തേക്കൊന്നുമില്ലല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. അപ്പോൾ സെൻറ്ററിലാണ് നിൽക്കണം ഞങ്ങൾ. വേണ്ട ഒരു പുതിയ അഡ്വർടൈസ്മെന്റ് വന്നിട്ടുള്ളതാണ് ആപ്പിൾ 16. ഏതാ സാധനം ഒന്ന് നോക്കി നോക്കാം നമുക്ക്. വെറുതെ ആപ്പിളിൻ്റെ സ്റ്റോറിലേക്ക് ഒന്ന് കയറി നോക്കി നോക്കാം. ഇത് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള കടകൾ കേട്ടോ. അത് കാണുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൗണ്ട് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് സെൻറ്ററിൽ നിന്ന്. അപ്പോൾ ഒറ്റൊരു സെൻറ്ററിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ സകല കടകളും കാണാം, ഏതൊക്കെയാണ് ഫുള്ള്. അപ്പോൾ പിന്നെ അധികം ഇതെവിടെയാന്ന് കഴിഞ്ഞ ദിവസത്തെ പോലെ ചോദിച്ചു നടക്കണ്ട. വാ നോക്കാം. മറ്റേ മോള് കണ്ടിട്ട് ഈ മോള് കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നു. എന്തെങ്കിലും ഉണ്ട് ഇതിനകത്തൊരു പ്രത്യേകത? ഒന്നുമില്ല. കുറേ ഷോപ്പുകളല്ലാണ്ട് വേറെ ഒന്നും പറയാൻ തന്നെ ഇല്ല അല്ലേ? പോരാ, വെറുതെ കടകളിൽ വന്ന് പോകാനും സാധനങ്ങൾ മേടിക്കാനാണെങ്കിൽ ഓക്കെ, അല്ലാണ്ട് മുകളിൽ സമയം ചിലവഴിക്കാനാണെങ്കിൽ ഈ മുകളിലേക്ക് വന്നിട്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. അല്ല സാധനം മേടിക്കുകയാണെങ്കിൽ വരാം. എൻ്റെ ഹൈപ്പർ മാർക്കറ്റും ഫുഡ് കോർട്ടൊക്കെ എവിടെയാണെന്ന് പോയി നോക്കിയിട്ട് വരാം. ഡ്രിങ്കിങ് വാട്ടർ ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം. ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞ് വെച്ചപ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഞാനിങ്ങനെ ഇത് ആദ്യമായിട്ടോ കാണണേ. അപ്പോൾ ഗ്ലാസ് വേണ്ട, എനിക്കും കുടിക്കണം. ഇതില്ലേ അമർത്തി പിടിച്ചാൽ ഇത് ആദ്യമായിട്ടോ. ഇത് എന്തിനാ ഇങ്ങനെ ഗ്ലാസിന്റെ ആവശ്യമില്ലല്ലോ, ഗ്ലാസ് കുടിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്. ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറിട്ടോ ഗോ ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് സംഭവം എല്ലാത്തിനും ഭയങ്കര വിലയാണ്. പക്ഷെ എല്ലാം സൂപ്പർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റി സാധനങ്ങൾ അല്ലേ? ക്വാളിറ്റിയിൽ സംഭവം ഓരോ കാഴ്ചയിൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട്. അതെ, തണ്ണിമത്തം 12 രൂപയുള്ളൂ, ഇവിടെ 30 രൂപയ്ക്കാണ്. പക്ഷെ എന്താ പറയുക, അത് അങ്ങനെ വെച്ചിട്ടുള്ളതെന്ന് കണ്ടു കഴിഞ്ഞാൽ മേടിക്കാൻ തോന്നും. മതി ആവശ്യക്കാർ വന്നാൽ മതി. അല്ല, ഈ വിലയിൽ ആവശ്യക്കാർ വന്നാൽ മതി. അവർക്ക് ആ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കാൻ പറ്റും. അപ്പോൾ അതേപോലെയാണ് കേട്ടോ. അത് ചില സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട് സംഭവം. വില എത്ര കൂടിയാലും നമുക്ക് കൂടി എന്നുള്ള ഫീല് തോന്നാത്ത രീതിയിൽ അവർ സാധനം അങ്ങനെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ടാവും. അത് അതല്ല സാർ എന്ന് പറയുന്ന രീതിയിലുള്ള സാധനം ആക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ആക്കി വെക്കാൻ പറ്റണ്ടേ? ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും മുകളിലേക്ക് എത്തിയിട്ടില്ല, ഫുഡ് കോർട്ടിൻ്റെ അവിടേക്ക് എത്തിയിട്ടില്ല. വേണ്ട, മുകളിലേക്ക് കയറിപ്പോ. ഏറ്റവും ടോപ്പിൽ വന്നിട്ടോ ഐനോക്സ് സിനിമാസ് PVR. എത്ര സ്ക്രീൻ ഉണ്ടെന്നുള്ളത് എഴുതിയിട്ടില്ല. അതുപോലെ പൈസ ഒക്കെ നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് ഭയങ്കര കൂടുതലാവില്ലേ ചേട്ടാ ടിക്കറ്റ്? എനിക്ക് തോന്നുന്നു കൂടുതലാണെന്നുള്ളത്. അതൊന്ന് നോക്കി നോക്കണോ സിനിമയുടെ ടിക്കറ്റ് എത്രയാണെന്നുള്ളത്. കാരണം ഞാനൊരു പ്രാവശ്യമൊക്കെ വന്നപ്പോൾ 1000, അന്ന് നമ്മുടെ നാട്ടിൽ 100 രൂപയ്ക്കുള്ളപ്പോൾ ഇവിടെ 1000 രൂപയ്ക്ക് ടിക്കറ്റിന് പറയണേ. ഞാൻ പറയണേ ഇതിലല്ല കേട്ടോ, ഈ മോളിലല്ല, വേറെ എവിടെ ഫോറമിലും കണ്ട് വന്ന സമയത്ത്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് റേറ്റ് ഒന്നും അറിയാമല്ലോ, ജസ്റ്റ് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ഇത് സെയിം തന്നെ, നമ്മുടെ നാട്ടിലെ സെയിം പൈസ തന്നെയാണ് കേട്ടോ. ഈ 320 രൂപ, പിന്നെ 220 രൂപ, 150 രൂപ അല്ലേ? അപ്പോൾ പിന്നെ കൂടുതലല്ല. അവിടെയൊക്കെ ഇത്ര വലിയ റെസ്റ്റോറൻറ്റ് ഉണ്ടായിട്ട് അതിൻ്റെ ഇൻറ്റീരിയർ ഒന്നും അത്ര അങ്ങോട്ട് പോരാ. റെസ്റ്റോറൻ്റ് അല്ല, ഇത് ബാറല്ലേ? പബ്ബാണോ? റെസ്റ്റോ ബാറാണ്. ശരിയാ, റെസ്റ്റോ ബാർ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ അവിടെ വലിയ റെസ്റ്റോ ബാറുണ്ട്. അതും റെസ്റ്റോ ബാറാണോ? പഞ്ചാബി ഗ്രില്ല് അല്ല അല്ലേ? വെറുതെ കുറേ സ്ഥലം ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ടേക്കുക. ഇതിൻ്റെ മുകളിലേക്ക് പോകണ്ടല്ലോ ആൾക്കാർ. വ്യൂ അങ്ങനെ ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടാവും? ബാ ചോദിക്കാം നമുക്ക്. അത് കാർഡ് എടുക്കേണ്ടവരോട് എത്ര രൂപയുടെ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നല്ല കളിസ്ഥലങ്ങൾ. ഇതിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മുത്തിന് പറഞ്ഞു കൊടുക്കാനാവും പറയണത്. ഇവിടെ ടോയ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആട്ടോ. പിന്നെ ഈ പ്ലേ സ്റ്റേഷൻ്റെ ബാക്കിയുള്ള ഇതിപ്പോൾ കുറച്ച് ഏരിയ ഉള്ളൂ, ബാക്കിയുള്ളത് ഇവിടെ ഗംഭീര സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോ ഗെയിമും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. ആകെ ഒരു ഇത്തിരി വിസ്താരം തോന്നുന്നത് ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ അല്ലേ? ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൻ്റെ അവിടേക്ക് വന്നില്ല. ഫുഡ് കോർട്ടിൻ്റെ
അവിടെ ഫുഡ് കോർട്ടിൽ ഹോട്ടൽസും ഇഷ്ടംപോലെ ഉണ്ട്. കോംബോ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 33 രൂപ, 50 രൂപ അങ്ങനെയുള്ള റേറ്റ്. ഇത് ഏതാണ് സാധനം? ബർഗർ കിങ്. അത് നമ്മുടെ അവിടേക്ക് ഉള്ളത് തന്നെയല്ലേ ബർഗർ കിങ്. പല രീതിയിലുള്ള ഡെസേർട്ടുകൾ കിട്ടുന്ന സ്ഥലം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് ഒരുപാട് ഡെസേർട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോ? അതേപോലെ കിറ്റ്കാറ്റ് കൊണ്ട്, ഡയറി മിൽക്ക് കൊണ്ട് അധികം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതെന്താണോ? ഇത് നോക്കിയിട്ടുണ്ട് സാധനം. ആ ഓറിയോ ഉള്ളത് കൊണ്ടാണോ ഓറിയോ എന്ന് ചോദിച്ചത്? അതെ, ഇത് നമ്മുടെ സാധാ ഐസ്ക്രീം. ഏത്? അല്ല, ഇത് ശരിക്കുള്ള ഐസ്ക്രീം. ആ അല്ലേ, ഇതോ ഐസ് ഫ്രൂട്ടല്ലേ ശരിക്കുള്ളതല്ലേ? അല്ല, സൈക്കിള്. ഇത് പഴയ സൈക്കിളാണ്, പെയിന്റ് അടിച്ച് വെച്ചിട്ടുള്ള. വേണ്ടേ, ചുമരുമ കയറ്റി സൈക്കിള് ഓടിച്ചിട്ട്. ഫുഡ് കോർട്ടിൽ നല്ല തിരക്കാട്ടോ. ഏതൊക്കെ തിരക്കുണ്ട്. ഇവര് ശരിക്കും പറഞ്ഞാൽ എല്ലാ ബോർഡ് കന്നഡയിൽ എഴുതിയിട്ടുള്ള കാരണം നമുക്ക് ഇത് ഏത് സ്ഥലം എന്നുള്ളത് അറിയണില്ല. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താ അത്? ഇഷ്യൂ ആയിരുന്നു. കന്നഡയിൽ നിർബന്ധമായിട്ടും എല്ലാ കമ്പനികളുടെയും ബോർഡ് എഴുതണമെന്നുള്ളത്. അപ്പൊ അതിന്റെ ഇപ്പൊ ഇംഗ്ലീഷ് സൈഡിൽ എഴുതി കൂടെ? ഇംഗ്ലീഷ് വളരെ ചുരുക്കം. അത് മോശമായി. ഇതൊന്ന് കഴിക്കാം. മണി യെസ്, ഗിവ് മീ മണി ഇല്ലേ? ഓക്കെ, ഐ വിൽ ഗിവ് യു ദ മണി. കൈകൊട്ടി അനുഗ്രഹിക്കട്ടെ. മുത്ത് നോക്കുമ്പോ ഏറ്റവും നല്ല പണി അതാ. ഒരു പണി എടുക്കണ്ട, അനുഗ്രഹിച്ചാൽ മാത്രം മതി അല്ലേ ഏട്ടാ? അതെ, അതവിടെ പോയിപ്പോ കൊറേ കണ്ടേ. വാ, ഓർഡർ ചെയ്യാം. ടാക്കോ ബെല്ലാണ് ഇത്. ടാക്കോ ബെല്ല് ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ടോ? നമ്മൾ ഇതിന് മുന്നേ ടാക്കോ ബെല്ല് കഴിച്ചിട്ടുണ്ടോ? എവിടെ നിന്ന്? ഷോപ്പയിലുണ്ടോ അത്? ഞാൻ മറന്നുപോയല്ലോ. ഈ സാധനം തന്നെയാ? നല്ല അടിപൊളിയായിരുന്നോ? ആണോ? എന്നാ പിന്നെ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചേ തല്ലിപ്പൊളി എങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞു. ഗായ്സ്, നമ്മൾ ഓർഡർ പറഞ്ഞ സാധനം വന്നു. ഇത് നമ്മൾക്ക് ഇന്നാളെ കിട്ടിയതല്ലേ? അത് ശരി, അത് നല്ല സാധനം. അതിന്റെ പേരെന്താടാ? സിനിമനെയോ? ഈ സാധനമാണ് കേട്ടോ. ഇത് നല്ലൊരു സാധനം. അത് ഞാൻ അന്ന് കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇതാ? കൊക്കക്കോളയിൽ മുക്കിയിട്ടോ? അതിനും വലിയ പൊട്ടം മണി. അതൊന്നും വേണ്ട. ഇതേ കൊക്കക്കോള ഇതിനകത്തുണ്ട്. പിന്നെ ഇതെന്തൊരു സാധനം? എന്നിട്ട് വീണ്ടും അത് തന്നെ മേടിച്ചേ. നല്ലതാണ് പൊട്ടയാണെന്ന് അറിയില്ല കേട്ടോ. ഇതിന് പ്രാവശ്യം മുന്നേ മുട്ട് കഴിച്ചിട്ട് ഇതിന് പ്രശ്നം ഉണ്ടായില്ലേ? ഞാൻ ചോദിക്കുന്നത്, നിനക്ക് വയറിന് പണി കിട്ടിട്ട് വീണ്ടും അത് തന്നെ പറഞ്ഞെന്താ? അതെങ്ങനെ അറിയാൻ പറ്റുക? അതന്നെ ചപ്പാത്തി മാത്രം കിട്ടിയിട്ടില്ല. ചപ്പാത്തി ഇതെന്ത് നല്ലതെന്ന് നീ പറഞ്ഞേ? ഒന്ന് ഓപ്പൺ ചെയ്തേ. മറ്റേതോ? കുറച്ച് മായോ, കുറച്ച് തക്കാളി, ക്യാബേജ്. ഇത് കാര്യമൊന്നുമില്ല. ഇത് ഇന്നാള് കഴിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞ എനിക്ക് അത്രയും തോന്നിയിട്ടില്ല. സത്യം തുറന്ന് പറയും മുത്തേ, നിനക്കത് ഇത്ര ഇഷ്ടമായോ? അടിപൊളിയായിട്ട് ഇഷ്ടമായോ? എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടാ. ആ സോസിന്റെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിട്ട് ലേശം തക്കാളി ഇതിട്ട്. അതന്നെ എനിക്കിഷ്ടമായി. ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ട ആണോ? അപ്പൊ അമ്മയും മോനും ഒരേ കേട്ടാ, രക്ഷയില്ല. ഇതെന്താ സംഭവം? ഹോട്ട് ഡോഗ്. ഡോഗ് എന്ന് പറഞ്ഞ പട്ടിയല്ലേ? സോസേജുകൾ ഉള്ളിൽ വെച്ചിട്ട്, ബ്രെഡിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള സാധനം അല്ലേ? ഇത് ഡോണറ്റ്സ് ആണോ? അതൊക്കെ ഞാൻ പഠിച്ചു ഇപ്പോ. അതും ഭയങ്കര സംഭവം. ഗോപിസ നമ്മുടെ അവിടെ ഇല്ലടേ. ഗോപിസ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞു. നീ വെറുതെ ഏത് ഗോപിസയോ? അല്ല, ഈ സാധനം നമ്മുടെ അവിടെ ഇല്ല കേട്ടോ. ഗോപിസ ഇല്ല. കുറേ ബ്രാൻഡുകൾ ഇല്ല. ഇവൻ എന്നോട് വെറുതെ പറയണത് അവിടുന്ന് കഴിച്ചു, ഇവിടുന്ന് കഴിച്ചു. ഇതും അതേപോലെ കണ്ടിട്ടില്ല. ഇതൊക്കെ ഇന്റർനാഷണൽ ബ്രാൻഡുകളാണ്. ആണോ? അല്ല, ഇത് നമ്മുടെ ഇത് സാൻഡ്വിച്ചൊക്കെ പോലത്തെ സാധനങ്ങൾ അല്ലേ? സ്വീറ്റ്. അപ്പം നോക്കാം സ്വീറ്റ് എന്താണെന്നുള്ളത്. ഇവിടുത്തെ പ്രാധാന്യം എന്താണെന്നുള്ളത് നോക്കിയിട്ട് പോകാം. ഇവിടെ ആൾക്കാർ കൂടുതലും ഉണ്ട്. പ്രാധാന്യം കൂടുതലായിട്ടുള്ളത് കൊണ്ടാണെന്നുണ്ട്. അങ്ങനത്തെ അത് വേണ്ട. അത് ഏറ്റവും ഇഷ്ടമില്ലാത്ത. അത് സ്വീറ്റ് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ഗുലാബ് ജാമു പോലെയുള്ള അങ്ങനെയുള്ള സംഭവം. ഇത് മറ്റേ ഇതൊക്കെയല്ലേ? ഇത് വേണ്ട.
നമ്മുടെ മിക്സർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, ആ. അതിന്റെയൊക്കെ ബ്രാൻഡ്, മെയിൻ ബ്രാൻഡ് ഹൽദിറാം. ആ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ അത് നീ പറഞ്ഞപ്പോ തന്നെ ആലോചിച്ചു. കൊറേ മിച്ചറുകൾ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നുണ്ട് അവരുടെ. ഓ പക്ഷെ ഇവിടെ ഉള്ളത് ഇപ്പൊ ഇതാന്ന് മാത്രം അല്ലേ? ആ ഞാൻ മധുരം കേട്ടപ്പോഴേ ഇത് എംപയർ, നമ്മുടെ കേരള എംപയർ കിട്ടുന്ന കടയാണ് ആ ബാംഗ്ലൂർ. ആ എംപയർ കേട്ടിട്ടുണ്ട്. ഇത് മറ്റേ നമ്മുടെ MG റോഡിന്റെ അവിടെ ഉണ്ടായിരുന്നു കട. ആ ഹാ 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 നമ്മൾ കഴിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം എംപയറിൽ നിന്ന്. ഇവിടെ ആകെയുള്ളൊരു സീലിംഗ് വർക്ക് എന്ന് പറയുന്നത് ഇതുള്ളൂ സ്റ്റാർ. അല്ലെങ്കിൽ ഇതാ കാണുന്നത് ഇതും ഷോ മറ്റുള്ളവർക്കൊക്കെ കണ്ടിട്ടേ. ബാസ്കിൻ റോബിൻസ് ഇത് നമ്മൾ പൊട്ടയെന്ന് പറഞ്ഞ ആൾക്കാർ ചീത്ത പറയും. പക്ഷെ സംഭവം പൊട്ടയെന്നല്ല, വിലയ്ക്ക് അനുസരിച്ചില്ല എന്നുള്ളത് പറയാൻ പാടുള്ളൂ, അല്ലാണ്ട് പൊട്ടാന്നില്ല. അതെ. ഇതെന്തുട്ടാ സംഭവം? ആ വാവ് മോമോസ് കഴിച്ചിട്ടുണ്ടോടാ? ഉണ്ടോ? ഗോവയെന്നോ? ഓ എനിക്ക് ഓർമ്മയില്ലല്ലോ. ഓ ഇതെന്തുട്ടത്? ആ ഇത് മറ്റേ ബിരിയാണിയുടെ, പക്ഷേ ഇവരൊക്കെ ഈ ഹൈദരാബാദ് ബിരിയാണിയുടെ പോലത്തെ റൈസാ ശ്രദ്ധിച്ചിട്ടാ. അതായത് നീളം അരി വേർതിരിച്ചിരിക്കുന്നത് അതെനിക്ക് ഇഷ്ടമല്ല. നീളം അരി വേർതിരിക്കാൻ പാടില്ല. അതെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അതുപോലെ മൊത്തം ഒരു ഡ്രൈ സെറ്റപ്പാണ് അല്ലേ? ജ്യൂസി ടൈപ്പ് ആണെങ്കിലേ ഇവിടെ നല്ല തിരക്കാണല്ലോ. ഇത് ഏതാ? ഡൊമിനോസ് നല്ല തിരക്കാട്ടോ. എന്താ ഇതിന്റെ പേര്? ചില്ലി എന്നാണോ? മുകളിൽ ചില്ലിയുടെ പടം കണ്ടായിരുന്നു ഞാൻ പറഞ്ഞത്. ആണോ? കോംബോ ഓഫറുകളൊക്കെ ഉണ്ട്. ഇനി ഇത് എന്തെങ്കിലും വേണോ? അവിടെ ഒരു കോംബോ ഓഫർ കാണാനുണ്ട് ചോറിന്റെ. ചോറൊക്കെ ഉണ്ട് അതില്. തൈര്, ചോറ്, സാമ്പാർ. എവിടെയാ നാഗാസ്? ആണല്ലേ? ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടല്ലേ? അല്ല ഞാൻ ഇവിടെ നോക്കിയേ ചില്ലീസ് അതല്ലേ നാഗാസ്. ഇവർക്ക് ഇവിടെ എല്ലാത്തിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വലിയ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇങ്ങനത്തെ ഏത് സാധനം വെച്ചാൽ എന്താണെന്നുള്ളത് എന്തൊക്കെ മിക്സ് എന്നുള്ളത് അറിയാനും പെടാൻ നിൽക്കണ്ട. ഒക്കെ ഏത് ടൈപ്പാണെങ്കിൽ എല്ലാത്തിലും ഇതേപോലെ ഡിസ്പ്ലേ ഉണ്ട്. പേടിക്കണ്ട, എനിക്ക് ഇന്ന സാധനം മതി എന്ന് പറയുന്നത്. ഏത്? എവിടെ സബ്വേ? ഇതാണോ സബ്വേ? ആ ഇതേത് നമുക്ക് പണി കിട്ടിയ സ്ഥലം. സബ്വേ ആണോ? ഇവിടെ നീ വന്നിട്ടില്ലല്ലോ. ഗൈസ് ഞാനും ഇതേ കൂടിയിട്ടേ നമ്മുടെ ഇവിടെ പോയി ഡൽഹി പോയി കഴിഞ്ഞിട്ട് നീത പറഞ്ഞു ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി എന്ന് പറഞ്ഞു. നേരെ നോക്കിയപ്പോൾ സബ്വേന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കണ്ടു. ഇതിൻ്റെ ഉള്ളിൽ നല്ല ടോയ്ലറ്റാന്ന് വെച്ചിട്ട് നേരെ പറഞ്ഞു എന്നാൽ ശരി ഞാൻ എന്തെങ്കിലും ഒരു ഇത് ഓർഡർ ചെയ്യാൻ നീ പോയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് അവൾ അതിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റിൽ പോയി. അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ നോക്കുമ്പോൾ ഒരു 99 സാധനം എന്ന് പറഞ്ഞു. അത് എടുത്തോളാൻ പറഞ്ഞു. അത് കാണിച്ചു കൊടുക്കും. അപ്പോൾ അതിന് സബ്വേയാണ്. ഇതിന് ഭയങ്കര പൈസയാണ് നമുക്ക് അറിയില്ല. അപ്പോൾ 99 ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ 99 രൂപ ഉള്ളൂ എന്ന് വെച്ചിട്ടാണ് ഓർഡർ ചെയ്തത്. ഓർഡർ ചെയ്ത് കഴിഞ്ഞ് പൈസ ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ 90 എടുത്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ആളെത്ര 299 എത്ര വേണ്ടി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എനിക്ക് 99 ഞാൻ ഓർഡർ ചെയ്തത് തെറ്റിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു അല്ല സാർ ഇത് 99. പിന്നെ അറിയാത്ത ഹിന്ദിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയണത്. പറഞ്ഞ് പിടിച്ച് വന്നപ്പോൾ എന്താ വെച്ചാൽ 99 രൂപ അത് ഓഫറാണ്. 399 സാധനം ഉണ്ട്. 99 രൂപ കൊണ്ട് ഓഫറാണ് ഉണ്ടായത്. അത് തന്നെ ഇത് തന്നെ പറ്റിക്കല് കണ്ട. ഇതിപ്പോൾ അത് ശരിക്കും 79 രൂപ അവിടെ സ്റ്റാർട്ടിങ്. ഇത് ഇതേപോലെ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതിൽ ചെന്ന് പെട്ടത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇങ്ങനത്തെ വലിയ ബ്രാൻഡാണെന്നൊന്നും അന്നറിയില്ല. പിന്നെ മുത്തിനോട് പറഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞു തരുന്നത് ഇതാണ് സംഭവം. പിന്നെ എന്താ പറയുക, ഒന്ന് മൂത്രം വയ്ക്കാൻ തോന്നിയതിന് 300 രൂപ പോയി എന്ന് പറഞ്ഞ പോലത്തെ കേസായി പോയി. ഏത്? ഇത് മോമോസ് വിത്ത് നൂഡിൽസ്. ഇതിന്റെ പേരെന്താ? അല്ല ഇതിന്റെ പേരെന്താ? പ്ലാസ്റ്റിക്. ആ പിന്നല്ലാണ്ട് ഇത് പ്ലാസ്റ്റിക്കാ. എനിക്ക് തോന്നുന്നില്ലേ, ഞാൻ തൊട്ടോട്ടെ. പ്ലാസ്റ്റിക് അല്ലേ? പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക്കാണ് ഒറിജിനൽ പോലെ തോന്നാവുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക്. ഇടുക്കല്ലേ എല്ലാം? ഡിപ്പടക്കം പ്ലാസ്റ്റിക്കാ? തൊടല്ലേ? എന്തായാലും നന്നായിട്ടോ. കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ. ഇനിയിപ്പോൾ ആ സാധനം എല്ലാ ദിവസവും പുതിയതുണ്ടാക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ. മോമോ തന്നെയാണോ? വാവ് ചൈന. അങ്ങനെ ഓരോന്നും പേരുണ്ടല്ലേ? ചിക്കൻ മോമോസിന്
വെറൈറ്റി ഫുഡ്. നീതേ, നമ്മൾ കഴിഞ്ഞ ദിവസം എവിടുന്ന് ഒരു ഇത് കഴിച്ചിട്ട് തീരെ മോശമായത്, ഉള്ളിൽ ഫില്ലിംഗ് ഒന്നും ഇല്ലാണ്ട് തല്ലിപ്പൊളിയായിരുന്നു. അത് ഇതൊന്നല്ലല്ലോ സാധനം. ഇനി അറിയാണ്ട് പോയിട്ട് അത് തന്നെയാണോ പറയണെന്നുള്ളത് അറിയാം. കുറേയൊക്കെ ഞങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ അബദ്ധങ്ങൾ പറ്റിയതൊന്നും ഞങ്ങൾ രണ്ടാമത് കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അറിയാത്തത്. അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കണേ. പിന്നെയോ അയ്യേ, സ്റ്റീമഡ് ഇല്ലെങ്കിൽ വേണ്ട മുത്ത. സ്റ്റീമഡ് അല്ലെങ്കിൽ എയിമില്ല. അത് തന്നെ കോഴിക്കോട്ടെ പോലെ നിൽക്കണം, ഇതേപോലെ നിൽക്കണം സ്റ്റീമഡ്. എന്നാലേ എയിമുള്ളൂ. എന്നാൽ പിന്നെ അടുത്ത സ്ഥലത്ത് നോക്കാം. സിസ്ലറിന്റെ മാത്രമായിട്ടുള്ള കടയായതുകൊണ്ടാണ് ഈ പേരിട്ടിട്ടുള്ളത്. അതെ. ഇതൊക്കെ എല്ലാം സിസ്ലർ സാധനങ്ങളാണ് കേട്ടോ. അതായത് സിസ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഏത് സാധനം പറഞ്ഞാലും എടുത്തോണ്ട് വരുമ്പോൾ സാധാരണ ഇങ്ങനെ പുകഞ്ഞ് ബട്ടർ മുകളിലിട്ട് അതിൽ തീയിടും. അതൊരു പുകച്ചിലാണ്. പക്ഷെ പുകച്ചിലില്ലല്ലോ ഇത് തീരെ. ഇത് കുറവല്ലേ, ഭയങ്കര പുക വരണം. ഇല്ല ഇത് ഒറിജിനലാട്ടോ. ഇത് ആരും ഓർഡർ ചെയ്തിട്ടുള്ള സാധനം പോയിട്ട് കൈയിട്ട് മാന്തരുതായില്ലേ മുത്തിന്. ഇത് പ്ലാസ്റ്റിക് ആണ്. ഒന്ന് തൊട്ട് വായിലേറ്റ് നോക്കരുത് കേട്ടോ. അപ്പുറത്തെ കടയിൽ പ്ലാസ്റ്റിക് കണ്ടു, ഇപ്പുറത്തെ കടയിൽ ആരും ഓർഡർ ചെയ്ത് വെച്ചിട്ടുള്ളതാ. രണ്ടുപേരും പോയിട്ട് തൊട്ടിട്ട് വായിൽ വെച്ച് നോക്കിയേ പോലെ. ഭാഗ്യമായി എന്തായാലും. ഇതടുത്തത് ഇത് ബട്ടൂര കട. ബട്ടൂര, അതുപോലെ തന്നെ അതിൻ്റെ കറികൾ, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ബിരിയാണി. ഇത് വെജിറ്റേറിയൻ ആണെന്നുണ്ടല്ലേ മൊത്തം. വെജിറ്റേറിയൻ്റെ പരിപാടികളാണ്. ദഹിപ്പൂരി ഇവിടെ ഉണ്ട്. എന്തിട്ട് മേടിക്കാന്ന് പറഞ്ഞത്? ഓർഡർ ചെയ്യുമ്പോ ഈ സാധനം കിട്ടും. ഇതിലൊരു കളിപ്പാട്ടല്ലേ? ചോദിച്ചു നോക്ക് ചിലപ്പോ. എന്തേ എനിക്ക് കളിപ്പാട്ടം മതി ചേട്ടാ, നിങ്ങളുടെ തിന്നണ സാധനം ഇഷ്ടമില്ല എന്ന് പറയും. ചോദിച്ചു നോക്കടാ. ചോദിക്കുക ക്രീപ്പർ കിട്ടുമെന്ന് ചോദിക്കുക. മാക്ഡോണൽസിലുള്ള സാധനം ഞാൻ പറഞ്ഞു, ഇവനോട് ചോദിച്ചോളാൻ പറഞ്ഞു. ഇവന് ഫുഡ് വേണ്ട, കളിപ്പാട്ടം മാത്രം മതി. പക്ഷെ ഇവൻ ചോദിക്കില്ലെന്നാണോ പോകുന്നത്. എന്തിനാ കളിപ്പാട്ടം കിട്ടും ചോദിക്കേ. കന്നഡയൊന്നും വേണ്ട, ഇംഗ്ലീഷിലോ ചോദിച്ചോ. അവന് കുഴപ്പമില്ലല്ലോ, വേണമെങ്കിൽ എന്ന് ചോദിക്കും. ഇനി ഇവിടെ മോമോസ് കിട്ടുന്ന സ്ഥലം ഉണ്ടോ? ഇല്ലെങ്കിൽ അങ്ങോട്ട് തന്നെ തിരിഞ്ഞു പോവാം അല്ലേ? പക്ഷെ അത് ഡ്രൈ ആയിരുന്നു. വേറെ ഉണ്ടോ? അപ്പൊ എന്നാ അപ്പുറത്തേക്ക് പോകുമ്പോ നീ ഒരു കാര്യം കണ്ടോ? അവിടെ ഒരു കുട്ടിയെ പട്ടം പറപ്പിച്ചതാ. അതൊരു സാധനം, പട്ടം പോലത്തെ ഒരു സാധനം. ബൂമറാങ്. അത് വലിച്ചെറിഞ്ഞപ്പോ അപ്പുറത്തെ മറ്റേ ടേബിളിലെ ഫുഡ് കഴിക്കുന്ന ആൾക്കാർ അത് തെറിച്ചു പോയി. ആ ആള് വായം പൊളിച്ചിരിക്കുന്നു, എന്റെ ഫുഡ് പോയിന്ന്. ഈ പൂരി കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ ദഹിപ്പൂരി ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ വേറെ സ്ഥലത്ത് നോക്കിയപ്പോൾ ദഹിപ്പൂരി ഉണ്ട്, പക്ഷെ അവിടെ ഭയങ്കര തിരക്ക്. കിട്ടിയോ മെനു? കിട്ടിയോ നോക്ക്. എന്തായിമത്തെ അന്വേഷിക്കാൻ പറഞ്ഞ അപ്പനെ കുറിച്ച് അവൻ പറയും പൈസ തികയില്ല എന്ന്. ഞാൻ പറഞ്ഞു അവിടെ കരിവാങ്ങാട്ടിലൊന്ന് അന്വേഷിച്ചിട്ട് ബാക്കി പൈസ പിന്നെ കൊടുക്കാന്ന് പറയാൻ. ഞങ്ങൾ പറഞ്ഞിട്ടില്ല ചേട്ടാ, ഞങ്ങൾക്ക് വേണ്ട. വേണ്ടവരെടുത്തോണ്ട് പോക്കാം, അല്ലെങ്കിൽ നിതവാരി കഴിക്കും. പ്ലാസ്റ്റിക്കാന്ന് വിചാരിച്ചിട്ട്, ഡിസ്പ്ലേ എന്ന് വെച്ചിട്ട്. മുത്തിന് നോട്ടുണ്ടെന്നുണ്ടല്ലോ. കറക്റ്റായോ? ഒന്നും നോക്കിയിട്ട് വൈകുന്നേരം അതിന് തീരില്ല. അപ്പൊ നമ്മുടെ ഒരു പാനിപ്പൂരി വന്നു. അത് കുട്ടൻ പറയണ പുറത്ത് ഇതേ സെയിം എത്ര രൂപയാണ് ഇതിനും ടേസ്റ്റിൽ തരുമെന്ന് അല്ലേ? അവിടെ ഇരിക്കാം. അതെ, പക്ഷെ ഇവിടെ 114 രൂപ കൊടുത്തു. 104 കൊടുത്തത്. പക്ഷെ കുട്ട ഈ ഒരു ഭംഗി കിട്ടൂടാ. അതില്ല, ഈ ഭംഗി കിട്ടില്ലല്ലോ. ഇതെന്തിട്ടത്? ഇതും മറ്റേ പുളിവെള്ളം. അത് നമ്മൾ ഇത് ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. ഇതെന്തിനാ ഇതിനകത്ത് മിക്സ് ചെയ്യോ? ഇത് മിച്ചറാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. മിച്ചറല്ല, ഇവര് വേറെ എന്ത് ഇട്ടുണ്ടല്ലോ ഇതിനകത്ത്. മിച്ചർ തന്നെയാണോ? ഉരുളക്കിഴങ്ങും മിച്ചറും. അതും പിന്നെ ഉരുളക്കിഴങ്ങും. മതി. ഇനി എങ്ങനെയാ കഴിക്കണേ? എങ്ങനെയുണ്ട്? നമ്മള് അവിടുന്ന് കഴിക്കണ 30 രൂപേക്കാളും നല്ലതാണോ? അത് പറയാൻ പറ്റില്ല. അതിന് നല്ലത്
അതിന് നല്ലത് പറയില്ല. അത് മോശമായിരിക്കും. അത് ഇവരുടെ കഴിച്ച് മോശമായിരിക്കും. ഇത് വെള്ളം കുറെ കൂടെ ഒഴിക്കും. വെള്ളം നന്നായിട്ട് ആണോ? ഇനി ഇതൊന്ന് ടെസ്റ്റ് ഡോസ് അടിക്കുന്നത്. നീത്ത കറക്റ്റാ. നീതപ്പോൾ വയറിളക്കാനും വേണ്ടില്ല. സാധനം കറക്റ്റ് സംഭവം പറയും. പാനിപ്പൂരി കടയിൽ നിന്നുകൊണ്ട് എങ്ങനെയുണ്ട്? സൂപ്പറാ? അതെ, അപ്പോൾ വലിയ രക്ഷയില്ല. ഇനി കുട്ടൻ ആ 30ന്റെ ടേസ്റ്റ് അടിച്ചിട്ടുള്ളതും ഇതും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞ. മറ്റേ 30 നമ്മൾ കഴിച്ചില്ല. 6 പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ 30 രൂപയ്ക്ക് 6 എണ്ണം കിട്ടും. അത് ശരിയാ. ഇത് 6 എത്രയാ? 104. എന്താ കൂട്ടാ എക്സ്പ്രഷൻ നോക്കട്ടെ. അതാ സൂപ്പർ. ഇതല്ല. അതെ, മുത്തു അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? ഇത് ഈ സാധനം ആ അത് ആകെ മറ്റൊരെണ്ണം ഫ്രൈ ചെയ്തോളൂ. അതെ അതെ, ആ ശരിയാ. നീ ഒരെണ്ണ തിന്നുള്ളൂ. അത് ഏറ്റവും പൊട്ടയായിരുന്നു അവിടെ തിന്നത്. അതുകൊണ്ടാ. അവിടെ എത്ര ഫ്ലേവർ ആയിരുന്നു എന്നറിയോ? 6 ഫ്ലേവർ. ഇത് നോക്കട്ടെ, ഇത് ഓരോ കഴിച്ചോട്ടെ കേട്ടോ. ഞാനിപ്പോ പറയാം. ഞാൻ ആദ്യമായിട്ടാണ് മോനെ പാനിപ്പൂരി തിന്നെ. ഈ അപ്പം പാനിപ്പൂരിയിൽ കിടന്ന് വളർന്നിട്ടുള്ള ആളാ. നീ അപ്പന്റെ സർക്കസിലാണ് വളർന്നത്. ആ ഭാഗ്യം. ഞാൻ പറഞ്ഞോണ്ട് അതായിരുന്നു നല്ലത്. ആണോ? ഞാനിപ്പോ ഇതില്ലേ, ഇത് ഭയങ്കര ഹാർഡാ. അത് സോഫ്റ്റ് ആയിട്ട് പൊട്ടിയിടണം. പോണം കടിച്ചു പൊട്ടിയിടണം. അങ്ങനെ കുറച്ചുണ്ട്. ഇനി 2 മോശം പറയാൻ കേട്ടോ. മറ്റേതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കഥ പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് പറയാണ്ടിരുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ആകെ കണ്ടിട്ടുള്ള ഒരു സംഭവത്തും പിന്നെ നമ്മൾ നേരത്തെ അവിടെ കണ്ടിട്ടുള്ള 1-2 തല്ലിപ്പൊളി പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഷോപ്പൊക്കെ ഫുൾ ഓണാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ കറക്കവും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. എന്താ പറയുക, കറങ്ങി വയ്യാണ്ടാവുക പറയില്ല. എവിടെയെങ്കിലും ചെന്നാൽ ചുറ്റി തിരിഞ്ഞ് സമയം പോകുന്നത് അറിയില്ല കേട്ടോ. ഒരു 3-4 മണിക്കൂർ പോകാൻ നമ്മൾ പുറത്തിറങ്ങിയിട്ട് 1 മണിക്കൂർ പോകുന്ന സമയം. അതാണ് വിഷയം. അപ്പോൾ അങ്ങനെയുണ്ട്. ടൈം നമ്മളെ മുകളിലൊക്കെ കയറാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം പോണ വഴി അറിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവരോടും ബൈ.